Now suddenly we notice that an FCRA bill has been brought in. നമ്മളിപ്പോ പെട്ടെന്ന് കാണുകയാണ് ഒരു FCRA ബിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. And what is interesting is there is only one organization that can get money from abroad. അതിനകത്ത് വളരെ താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് പണം സംഭാവനയായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഒറ്റ സംഘടന മാത്രമേ ഉള്ളൂ. അത് No other organization can get money from abroad except the RSS. RSS അല്ലാതെ, ആ ബിൽ അനുസരിച്ച് RSS അല്ലാതെ മറ്റൊരു സംഘടനയ്ക്കും വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ സാധിക്കില്ല. Mr. Modi can get finance from abroad through Mr. Adani, and the RSS can get finance from abroad. Nobody else can get it. നരേന്ദ്രമോദിക്ക് അദാനി വഴി വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാം, RSSന് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാം, മറ്റാർക്കും വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ കഴിയില്ല. What is so special about the RSS? That they have special rules for them? RSSന് വേണ്ടി മാത്രം പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാൻ RSSന് ഇത്രമാത്രം പ്രത്യേകത എന്താണുള്ളത്? They spread hatred, they spread anger, they divide people. അവരെ രാജ്യത്ത് മുഴുവൻ വിദ്വേഷം പരത്തുന്നു, ദേഷ്യം പരത്തുന്നു, രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നു. ഇതാണ് അവരുടെ പ്രത്യേകത. So that is the way the BJP functions. ഈ രീതിയിലാണ് BJP പ്രവർത്തിക്കുന്നത്. Everything is done for Mr. Adani and Mr. Ambani or for their political organization. അവരെന്ത് ചെയ്യുന്നതും ഒന്നുകിൽ അദാനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അംബാനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയാണ്. But if you're a common person, there is nothing for you. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. There is massive unemployment in Kerala. കേരളത്തിൽ വളരെ വിപുലമായ തൊഴിലില്ലായ്മയുണ്ട്. If you know a left front leader, if you're part of their organization, you can get access to the jobs. നിങ്ങൾക്കൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ അറിയാമെങ്കിൽ, നിങ്ങൾ അതുപോലെ ആ സംഘടനയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. The RSS organization can get anything. The LDF organization can get anything. But the people of Kerala cannot get anything. RSS സംഘടനയ്ക്ക് എന്ത് വേണമെങ്കിലും കിട്ടാം, അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനയ്ക്ക് എന്ത് വേണമെങ്കിലും കിട്ടാം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. And that is the difference between the UDF, the Congress, and the LDF and the BJP. ഇതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. We work for the people of our country. We do not work simply for our organization. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. They don't care about the people, they only work for their organization. അവർ ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റി ചിന്തിക്കുന്നതേയില്ല. അവർ പ്രവർത്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി മാത്രമാണ്. I'd like to thank all of you for coming here this evening in this heat. ഈ ചൂടത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I really appreciate that you've sat here and listened to me so patiently. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടതിൽ അതിനോട് നിങ്ങളോട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. Please make our young candidate here win with a thumping majority. വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ചെറുപ്പക്കാരനായ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. He should get the biggest margin in Kerala. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Thank you very much. Thank you very much. നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.